ബോച്ചെ അറസ്റ്റ് ചെയ്ത് അടക്കം നോക്കുവാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അത് വലിപ്പം ചെറുപ്പം ഇല്ലാതെ എല്ലാവർക്കും നിയമം ഒരേപോലെ നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. റോബിൻ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല വയലന്റ് മൂവി, ഭയങ്കര എന്താ പറയാ, എക്സ്ട്രീം ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉണ്ണിമൂന്നിന്റെ സ്വാഗും പിന്നെ ആക്ഷനൊക്കെ അടിപൊളി. ഉണ്ണിമൂന്നിൻ എന്നൊരു നടന്റെ ഒരു ഉയർച്ച നമുക്ക് ഈ ഒരു പടത്തിലൂടെ സത്യം പറഞ്ഞാൽ അവരെന്താണ് മാർക്കറ്റ് ചെയ്ത അതിന്റെ എക്സ്ട്രീം കൊടുത്തിട്ടുണ്ട്. സോ എന്താ പറയാ, ഇതിപ്പം ഇന്ത്യ ഫുൾ ഇതാണല്ലോ ചർച്ച. സോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉണ്ണിമൂന്നിൻ എത്തിയിരിക്കുന്നു. അതില് വലിയൊരു സന്തോഷമുണ്ട്. വഴിവെട്ടി വന്നതല്ലേ, അപ്പൊ അതിന്റെ ഒരു ഈ 4ാമത്തെ ആഴ്ചയാണ്. അപ്പൊ എന്താ പറ്റി ലേറ്റ് ആയി പോയ പടം കാണാൻ? അല്ല, എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. പക്ഷെ എന്നാലും തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തിയേറ്ററിൽ കാണണമെന്നുണ്ടായിരുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ണിമൂന്നിനെ പറ്റി ഇന്ത്യ ടുഡേയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം ഇന്ത്യൻ നമ്മുടെ മലയാളത്തിലെ ഒരു നായകൻ അതിൽ പോയി ഇന്റർവ്യൂ കൊടുത്തതിൽ ഭയങ്കര ഒരു അഭിമാനം തോന്നി. ആൻഡ് വയലൻസ് ഓവറാണെന്ന് തോന്നിയ പടത്തിലെ വയലൻസ് അതാണല്ലോ മൂവി എന്ന് പറഞ്ഞാൽ, അതാണല്ലോ ഐ മീൻ ഇത് മാർക്കറ്റ് ചെയ്തതും അങ്ങനെയാണല്ലോ, മോസ്റ്റ് വയലന്റ് മൂവി എന്നാണല്ലോ. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് വയലന്റ് മൂവി. പിന്നെ ചില സിറ്റുവേഷനൊക്കെ നമുക്കത് നോർമൽ ഓഡിയൻസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും എക്സ്ട്രീം ആയിരുന്നു. ബട്ട് നൈസ്, അവരെന്ത് മാർക്കറ്റ് ചെയ്തോ അത് അവർ എക്സ്ട്രീം ചെയ്തിട്ടുണ്ട്. അതേപോലെ റോബിൻ ബ്രോയുടെ കല്യാണം ഉടനെ ഉണ്ടാവും ഇങ്ങനെ അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കുമ്പോ എങ്ങനെയുണ്ട്? ഹാപ്പിയാണ്. കല്യാണം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കുറേ റോബിന്റെ കൂടെ ആരതിയെ കാണാറുണ്ട്, പക്ഷെ ഇന്ന് പടം കാണാൻ വന്നപ്പോ അല്ല, ഇത് എന്താണെന്നറിയോ, ഇതൊരു വൈൽഡ് മൂവി അല്ലേ. സോ അതുകൊണ്ട് പിന്നെ ഞങ്ങള് ബ്രദറും പിന്നെ ഫാദറൊക്കെ വന്നത്. ഓക്കെ. ഈ റോബിൻ ആണെങ്കിൽ ഇപ്പം ഈ ബിഗ് ബോസിന് ശേഷം ഇപ്പൊ കുറെ മാറ്റങ്ങൾ സ്വയം വന്നിട്ടുണ്ട്. അപ്പം മാറ്റം വന്നത് അതായത് ഇപ്പൊ ഈ പറയുന്ന കുറച്ച് ലൗഡ് ആയിരുന്ന റോബിൻ ഇപ്പൊ കുറച്ച് സൈലന്റ് ആയി. അത് സ്വയമേ സൈലന്റ് ആയതാണോ അല്ലെങ്കിൽ എന്താണ്? അല്ല, ലൗഡ് ആവേണ്ട സമയത്ത് ലൗഡായി, ഇപ്പൊ സൈലന്റ് ആവേണ്ട സമയത്ത് സൈലന്റ് ആവും. സംതിങ് ഈസ് പ്ലാനിങ്, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നോണ്ടാണോ ഇപ്പൊ ഇങ്ങനെ? ഒബ്വിയസ്ലി നമുക്കെല്ലാം ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അതിലേക്ക് എത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി ലൗഡിന്റെ ആവശ്യമില്ല. ബാക്കിൽ സിനിമ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഗ്രാജുവലി ഉള്ളൂ, പയ്യെ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഒരു പടം ചെയ്യണമെന്നുണ്ട്, അത് പയ്യെ ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. റോബിന്റെ പ്രേക്ഷകര് സിനിമ അനൗൺസ് ചെയ്തപ്പോ തൊട്ട് കാത്തിരിക്കുവാണ് സിനിമ ഇറങ്ങുന്നത്. എന്തായാലും ഒരു പടം ചെയ്യും. ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു. അല്ലെങ്കിലും കാത്തിരിക്കുന്ന ആരാധകർക്ക് എന്താണെങ്കിലും റോബിന്റെ പടം ബിഗ് സ്ക്രീനിൽ കാണാനൊരു ഉറപ്പായിട്ടും ചെയ്യും. അതപ്പം നല്ലൊരു സ്റ്റോറി, നല്ലൊരു എന്താ പറയാ, സ്ക്രിപ്റ്റ് നല്ലൊരു രീതിയിൽ ടെക്നീഷ്യൻസിന്റെ അണ്ടറിൽ ചെയ്യണമെന്നുണ്ട്. അതപ്പം സ്വന്തമായിട്ട് തന്നെ ഒരെണ്ണം ചെയ്യും. ഓക്കെ. വേറെ എന്തെങ്കിലും പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ എന്താണ് ഇപ്പൊ നമ്മളോട് എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുക? പിന്നെ എന്താ പറയാ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പം കമന്റ്സ് ആണെങ്കിലും ഈ പറഞ്ഞ കണക്ക് പല വിവാദങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. സോ അതിന്റെ ഒരു കൺട്രോൾ എന്തായാലും നമ്മൾ ഗവൺമെന്റ് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ആർക്കും എന്ത് ഫേക്ക് ഐഡിയും ക്രിയേറ്റ് ചെയ്തിട്ട് ആരെയും എന്തും പറയാന്നുള്ള ഒരു കാര്യമുണ്ട്. സോ അത് അനുവദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കണം, അല്ലേ? അല്ല, ആരെയും കയറി എന്തും പറയാനുള്ള ഹെൽത്ത് ക്രിറ്റിസിസം ഓക്കെയാണ്. പക്ഷേ ഇതേപോലെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതും ചീത്ത വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി റെസ്ട്രിക്ട് ചെയ്യണം. കാരണം ഇതൊന്നും ദുബൈ നടക്കത്തില്ലല്ലോ, അതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കണം. ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് റോഡിൽ വണ്ടി എടുത്ത് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ MBD പൊക്കുന്നില്ല. അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതിനുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നലെ നിങ്ങളുടെ കമ്പനി ഇത് ക്യാപ്ഷൻ ഇടുന്നതിലും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം, അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലെ ബോച്ചെ അറസ്റ്റ് ചെയ്ത് അടക്കം നോക്കുവാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ഇപ്പൊ ചില ആളുകൾക്ക് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റു ചിലർ പറയുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം എന്നുള്ള രീതിയിൽ. നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. അത് വലിപ്പം ചെറുപ്പം ഇല്ലാതെ എല്ലാവർക്കും നിയമം ഒരേപോലെ നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ അത് എല്ലാവർക്കും അതേപോലെ തന്നെ ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഒരു വാണിംഗ് ആണ്. ഇതേപോലെ ഇനി ആര് ചെയ്താലും അവർക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഹണി റോസ് കേസ് കൊടുത്തത് കൊണ്ടാണ് ഇപ്പൊ ബോച്ചെ അടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിനു മുമ്പ് റോബിൻ ഒരു താക്കീത് കൊടുത്തിരുന്നു, എനിക്കെതിരെ ഇതേപോലെ ആരും ചെയ്ത് കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നു. പക്ഷെ ഒന്നും കേസിലേക്ക് പോയില്ല. പോയാലും അതിന്റെ ഒരു എക്സ്ട്രീമില്ല, എത്ര പേരെന്ന് പറഞ്ഞില്ല. എന്തായാലും ഇപ്പൊ ഒരു സ്റ്റാർട്ട് വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതിൽ ഇനിയിപ്പോ കമന്റ് ചെയ്യുന്നവരെല്ലാരും ഒന്ന് ശ്രദ്ധിക്കത്തില്ലേ? ഉറപ്പായിട്ട്. കാരണം ആരും ആണെങ്കിലും എപ്പോ ആണെങ്കിലും പിടിക്കപ്പെടാം. എനിക്ക് ആ ഒരു മനുഷ്യനെ പിടിച്ചോണ്ട് പോകണ കണ്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ടല്ലേ ഇതുപോലെ പോയത്. അതുകൊണ്ട് എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആരും ആണെങ്കിലും എപ്പോഴും ആണെങ്കിലും എന്ത് ചെയ്യാം, പിടിക്കപ്പെടാം. അതുകൊണ്ട്
ശ്രദ്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ അതിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാവരും റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ ഇപ്പൊ ഈ ഫേക്ക് ഐഡി ഉപയോഗിക്കുന്നവർ പലരുടെയും വിചാരം പിടിക്കപ്പെടത്തില്ല. പിടിക്കപ്പെടുക, അതാ പറഞ്ഞ അതിനിപ്പോ നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുവഴി മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എല്ലാം മോണിറ്റർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്യാന്നേ ഉള്ളൂ. അതൊക്കെ നമ്മൾ സൈബർ സെല്ലിൽ വിചാരിക്കണം, തീരുമാനിക്കണം. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ താങ്ക് യു.